സുഹൃത്തുക്കളെ, ഞാൻ ദുബായിൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴാണ് ഈ അഫ്രീദി എന്നുള്ള പേരിനെ പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഡ്രൈവർ ഒരു അഫ്രീദി ആയിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിച്ചു, പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാരൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അഫ്രീദി എന്ന് പറഞ്ഞാൽ ഗോത്ര ഹാന്മാർ, പഠാന്മാരുടെ ഒരു ഗോത്രത്തിൻ്റെ പേരാണത്ര ഈ അഫ്രീദി. അവിടെ പല പഠാന്മാരും എൻ്റെ ഒപ്പം ജയിലിലും അല്ലാതെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വിദ്യാഭ്യാസം കുറവാണ്, മാത്രമല്ല ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പകകൾ ഭയങ്കര ഭീകരമാണ്. ജയിലിലൊക്കെയാണ് ഞാൻ മുസ്ലിങ്ങളുടെ ജാതീയതയൊക്കെ അവിടെ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ആളുകളുമായിട്ടൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ജയിലിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കൊടുക്കാൻ ജയിലിലെ ആളുകളെ തന്നെ സഹായിയായിട്ട് വെക്കും, എടുത്തു കൊടുക്കാനും ഒക്കെ. അപ്പോൾ സെൻട്രൽ ജയിൽ ക്യാൻറ്റീനിൽ മുമ്പ് പഞ്ചാബി പിന്നെയും ഉണ്ടായിരുന്നു, അവനക്കൊരു കൊലക്കേസിലകത്തായതാണ്. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഉണ്ട്, ഞാൻ വന്നതിന് ശേഷം അവിടെ ഉണ്ടാവും, കാരണം കൊലക്കേസല്ലേ. അപ്പോൾ അവനായിരുന്നു മുന്നേ ഈ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തിരുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികളൊന്നുമല്ല, ഈ കാട്ടുപച്ചകൾ. എല്ലാ പച്ചകളും അങ്ങനെയല്ല, എല്ലാവരിലും നല്ലവരും ചീത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് കാട്ടുപച്ചകളെ പറ്റി. അവന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഒരു ഹിന്ദുവിൽ നിന്നും ഞങ്ങൾ സാധനം വാങ്ങുന്നില്ല എന്നുള്ളത്. ഇവനെ സൽക്കരിക്കാൻ വിളിച്ചൊന്നുമല്ലല്ലോ ജയിലിൽ ജയിലിൽ അവർ പിടിച്ച് അകത്താക്കിയതാണ്. എന്നിട്ട് അവിടെയും ഇവന് അങ്ങനെ അവനെ മാറ്റി എന്നാ പറയുന്നത് ഇവർ പറഞ്ഞിട്ടൊക്കെ. എന്നിട്ട് ഞാൻ വരുന്ന കാലത്ത് അവൻ വീണ്ടും അവിടെ ക്യാൻറ്റീനിൽ ജോലിക്ക് കയറുകയും, ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണശാലയിൽ ജോലിക്ക് കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ജോലിക്കൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ വിവരം വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലിപ്പോൾ എൻ്റെ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വരുന്ന കാലഘട്ടത്തിൽ അവൻ തിരിച്ച് ജോലിക്ക് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അഫ്രീദി, അപ്പോൾ ഇസ്ലാം കൊണ്ട് അറേബ്യൻ ഗോത്രങ്ങളെയൊക്കെ ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെതായ അർത്ഥത്തിൽ സാധിച്ചിട്ടില്ല. ഇപ്പം ഇന്ത്യയിലൊക്കെ മോദിയൊക്കെ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജാതികളൊക്കെ രാമൻ്റെ പേരിലൊക്കെ ഒന്നിപ്പിക്കാമെന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ അവിടെ ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ യമനിലും ഇവിടെയൊക്കെ ഗോത്രങ്ങളും അതിൻ്റെ ഉപഗോത്രങ്ങളും ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഐക്യം മുന്നണിയൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇറാഖിലായാലും ഷിയ സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറാനിലെ അവിടുത്തെ ഗോത്രീയത പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗൾഫിലൊക്കെ അത്യാവശ്യം നല്ല കുടുംബ മഹിമ ഗോത്രീയതൊക്കെ ഉണ്ട്, അതില്ലാന്നൊന്നും. പക്ഷെ ജാതീയത പോലെയല്ല, ഒരാൾ തനിക്ക് കീഴിലാണ് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ. പക്ഷേ ഗോത്രം, അതായത് എൻ്റെ കുടുംബക്കാർ എന്നുള്ള രീതിയിൽ സമാസമമുള്ള ഗോത്ര വൈര്യവും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലൊരു സത്യം. അപ്പം അഫ്രീദി എന്നുള്ളൊരു ഗോത്രമുണ്ട്. ജയിലിൽ തന്നെ ഒരു ബംഗാളി ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ പറയും, നമ്മളൊക്കെ ഈ ദാവക്കാർ വന്നിട്ടൊക്കെയാണ് നമ്മളുടെ ഉപ്പാപ്പനെയൊക്കെ മാറ്റിയിട്ടുള്ളത്, ഇവന്മാരെയൊക്കെ വാളുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത്, അതിനാണ് ഇത്രയും വൃത്തികെട്ടവന്മാരെന്നൊക്കെ ബംഗാളിയൊക്കെ ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഈ അഫ്രീദിയും നായരും എന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിൽ ജാതിയൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുനാഫ് പട്ടേൽ, പിന്നെ ചൗധരി, സൽമാൻ ഭട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ എണ്ണം നമുക്ക് അവിടെയൊക്കെ കാണാം. അങ്ങനെ ഇല്ലാത്തവരുമുണ്ട്, ഉള്ളവരുമുണ്ട്. പിന്നെ കുറേ മിക്ക മനുഷ്യന്മാരെ അവസരവാദികളാണ്. അപ്പോൾ മതം മാറുന്നത് വെറും പഴയ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലൊക്കെ മതം മാറിയിട്ടുണ്ടാവുക ജാതി ഉച്ചനീചത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ ഈ പേപ്പറൊക്കെ ചൈനക്കാർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത് 500-600 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഈ പേപ്പറൊക്കെ കണ്ടുപിടിച്ചിട്ട്. അതിന് മുന്നേ എല്ലിലും തോൽപ്പം ആരെയാണ് പേപ്പർ വായിക്കാൻ തന്നെ ഒരു ആഡംബരമായിരിക്കും. മുന്നേ എന്തുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇടാനൊക്കെ ടാക്സൊക്കെ ഏർപ്പെടുത്തിയിരുന്നത്? കാരണം അന്ന് ഡ്രസ്സ് ഒരു ആഡംബരമായിരുന്നു, ഡ്രസ്സ് കിട്ടാനില്ല. അത് പിന്നീട് ഡ്രസ്സ് ഒരു നാണമായിട്ട് മാറി, പലരും പറയുന്നത് പോലെ. കാരണം മുന്നേ ഒരു കോണ കൊടുക്കാനുള്ള ആവതെ അല്ലെങ്കിൽ അതിലുള്ള വകയെ ആൾക്കാരുടെ അടുത്തുണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും ഒരു തോർത്ത് കൊണ്ടുകൊടുത്താൽ അവൻ പിന്നെ വലിയവനായി. ഇന്ന് സൈക്കിള്, മുമ്പൊരു കാലത്ത് സൈക്കിളുള്ളവൻ വലിയവനായിരുന്നു, ഇന്ന് കാറുള്ളവൻ വലിയവനാണ്. അങ്ങനെ ഒരു കാർ 2 കാർ. അപ്പം മുന്നേ ഒരാൾക്ക് ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾക്ക് 2 ഡ്രസ്സാകുമ്പോൾ അയാൾ വലിയ എന്തോ ആയി. ഇപ്പോൾ ഒരു കാർ 2 കാർ, അങ്ങനെ 3 കാർ 10 കാർ എന്നൊക്കെ പറയുന്ന പോലെ ഡ്രസ്സുകൾ കൂടുന്തോറും അങ്ങനെ ഈ മുലക്കരൊക്കെ ആ ഒരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറക്കുന്നത് ഒരു നാട്ടിലെ വലിയ ധനാഢ്യനായ ആളുടെ ഒരു ലക്ഷണമായിരിക്കാം. കാരണം അവന് മറക്കാനുള്ള അത്ര ശേഷി അവൻ്റെ അടുത്തുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി, സ്കൂട്ടറിനും ടാക്സ് ഉണ്ട്, ചില വണ്ടികൾക്കൊക്കെ ഡബിൾ ടാക്സ് ആണ്. അതേപോലെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചിട്ടും മതം മാറാൻ കാരണം ഇവിടുത്തെ ജാതീയമായ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും എന്നതാണ് അത് തെളിയിക്കുന്നത്. ഹിന്ദുമതത്തിൽ നവോത്ഥാനം വരാനും കാരണം
ഈ മതം മാറ്റം തന്നെയാണ്. ഈ ഇവിടെ ട്രാവൻകൂറിലൊക്കെ മിക്ക ആളുകളും മിഷനറി പ്രവർത്തനം ഒക്കെ ഗംഭീരമായിട്ട് നടന്നപ്പോൾ ആളുകളൊക്കെ മതം മാറിയപ്പോൾ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ എന്നല്ല, സവർണ ജാതിക്കാരെന്ന് സ്വയം നിൽക്കുന്നവർ, എന്താണ് സവർണത്വം എന്നൊന്നും എനിക്കറിയില്ല. അവരുടെ മലമണക്കോ നമ്മുടെ മറ്റുള്ളവരുടെ മല നാറും അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ പിന്നാക്ക ജാതി എന്ന് ഗണിക്കപ്പെടുന്നവർ എന്ന് നമ്മൾ പ്രത്യേകം പറയണം. കാരണം അത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇവൻ എന്നെക്കാളും മുന്നാക്കമാണോ എന്നെക്കാളും ഉയരത്തിലുള്ളവനാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കുന്നില്ല. അതൊരു തെറ്റായ കീഴ്വഴക്കാണ്. അങ്ങനെ ഗണിക്കുന്നവർ, അങ്ങനെ മണ്ടന്മാർ വിചാരിച്ചിരുന്നവർ എന്നുള്ള രീതിയിൽ നമ്മളതിങ്ങനെ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം, എല്ലാവരുടെ മനസ്സിനെയും. അപ്പോൾ അതൊക്കെ മനഃശാസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിങ്ങളിലോട്ടൊക്കെ ആൾക്കാർ മതം മാറിയിട്ടുള്ളത്. പിന്നെ ഇസ്ലാമിലെ അടിമത്തം, ക്രിസ്ത്യാനിലെ അടിമത്തം ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു അടിമനെ നമ്മൾ വീട്ടിലോട്ട് കയറ്റാം. പക്ഷെ ജാതീയതയിൽ അത് പറ്റില്ലല്ലോ. ജാതീയത ഇപ്പോൾ ഗതികേട് കൊണ്ട്, കാരണം അവർണരും ഒക്കെ മതം മാറിക്കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ആൾക്കാർ, അമ്പലത്തിൽ അകത്ത് നിൽക്കുന്നവരും അതിൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകളൊക്കെ ന്യൂനപക്ഷമാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ ഒക്കെ ഗതികേട് കൊണ്ട് അമ്പലത്തിൽ കയറ്റി തുടങ്ങിയത്. ഇന്ന് പിന്നെ പലതും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ മതം മാറിയത് കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾക്കും മനുഷ്യപ്പറ്റ് കിട്ടി തുടങ്ങിയത് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് വല്ലപ്പോഴൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. സവർണൻ്റെ വാക്ക് കേട്ടിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. കഴിഞ്ഞു, അതവിടെ നിർത്തണം. അതിൻ്റെ പേരിൽ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലം ഓർക്കണമെങ്കിൽ എല്ലാ കാലം ഓർക്കേണ്ടി വരും. അപ്പോൾ അഫ്രീദിയെ പറ്റിയിട്ട് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും മറ്റ് മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കാരണം മലയാളി മതം മാറിയിട്ടുള്ളത് ജാതീയതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ആരും പേടിച്ചിട്ടൊന്നുമില്ല. കേരളത്തിൽ മലബാറിൽ മാത്രമല്ല ഇസ്ലാം ഉള്ളത്. മലബാറിൽ ഇസ്ലാം വേണ്ടി ടിപ്പു സുൽത്താനാണ് കൊണ്ടുവന്നതെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ടില്ല? മൈസൂരിലില്ല, ഇപ്പം മലബാറിൽ തന്നെ എല്ലാ സ്ഥലത്തും മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ല. ഈ കൊല്ലം, തിരുവനന്തപുരം, കൊല്ലത്തൊക്കെ 20% കണ്ടോ, കൊല്ലം ജില്ലയുടെ 20% കണ്ട മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞത്. അതെങ്ങനെ സംഭവിക്കുന്നു? കൊല്ലം ഒരിക്കലും ഒരു മുസ്ലിം ഭരണാധികാരി ഭരിച്ചിട്ടില്ല. അതൊക്കെ ജാതീയതയിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ആൾക്കാർ കണ്ടുപിടിച്ച ഓരോരോ വഴികളാണ്. മതം മനുഷ്യന്മാർ ഉപയോഗിക്കുന്നൊരു ടൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അത് ഇപ്പോൾ മുസ്ലിങ്ങളിലെ സ്ത്രീകൾ പെട്ട് കിടക്കുകയാണ്. കാരണം അവർക്ക് മതം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം പുരുഷന് മതം ലാഭമാണ്. ഈ ഷിഹാബ് തങ്ങൾക്ക് മതം ലാഭമാണ്. തങ്ങളെന്ന് പറയാൻ പാടുന്നവരല്ല. ഷിഹാബിന് മതം ലാഭമാണ്, മോദിക്ക് മതം ലാഭമാണ്. ശബരിമലയിലെ നമ്പൂരിക്ക്, എല്ലാ നമ്പൂരിമാരില്ല, ഉടുതുണിക്ക് മറുതുണില്ലാതെ നടക്കുന്ന നമ്പൂരിയുണ്ട്. ശബരിമല നമ്പൂരിമാർക്ക് ഹിന്ദുമതം ലാഭമാണ്. ഗണേഷ് കുമാറിന് നായർ ജാതി ലാഭമാണ്. നായന്മാരുടെ പേരിൽ നമ്മുടെ സുകുമാരൻ നായർക്ക് ലാഭമാണ്. ഇഷ്ടംപോലെ 7 കോളേജുകളും അതും ഇതൊക്കെ വാങ്ങാം. അപ്പോൾ ആ കാര്യത്തിൽ നോക്കുമ്പോൾ അത് ലാഭമാണ്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എല്ലാ മുസ്ലിങ്ങൾ അടിച്ചു മാറ്റിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വെള്ളപ്പള്ളി നടേശന്, ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക്, പിന്നെ അവർക്ക് സെക്സ് ലൈഫൊന്നുമില്ല. കന്യാസ്ത്രീകൾക്കൊക്കെ നഷ്ടമാണ് ക്രിസ്ത്യാനിറ്റി കൊണ്ട്. ലാഭമുള്ള ആൾക്കാരും ഉണ്ട്. കെ മാണിയുടെ മകൻ ജോസ് കെ മാണി, അവർക്കൊക്കെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് ലാഭമാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ലാഭമുള്ള ആൾക്കാരുണ്ട്, നഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ലാഭം എടുക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് പേരാണ്. അതിൻ്റെ നഷ്ടം അനുഭവിക്കുന്ന പേർ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജാതീയത ഇസ്ലാമിലുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കോറിൽ തന്നെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലും ഓക്കെ ജാതീയത ഉണ്ട്. ഇപ്പോൾ തങ്ങന്മാർ എന്തൊരു പ്രത്യേക വിഭാഗമാണെന്നൊക്കെ പറയുന്നു. ഈ ഹദീസുകളിലുമുണ്ട്. അധികാരത്തിൽ ഖുറൈശികൾക്കാണ് മുൻഗണന എന്ന്. ഖുറൈശി എന്ന് പറഞ്ഞാൽ നബിയുടെ ഗോത്രമാണ്, അവർക്കാണ് മുൻഗണന എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അത്രയും പിന്നീട് വന്ന ആളുകൾ പലപ്പോഴും അത് അവഗണിച്ചിട്ടുണ്ട്. കാരണം എല്ലാം പറഞ്ഞില്ല, ഇപ്പോൾ മതത്തിൽ എനിക്ക് ലാഭമുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇപ്പം അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ശരി.